ബോധവൽക്കരണ ക്ലാസ് കുട്ടികൾക്ക് എടുത്തു. ഇതിൻ്റെ ഭാഗമായിട്ട് കുട്ടികൾക്കൊരു നോട്ടീസ് വിതരണം ചെയ്തു. 2 ദിവസം കഴിഞ്ഞ് ഇഷ മരിയ സ്കൂൾ വിട്ട് വീട്ടിലെത്തിയപ്പോൾ ഒരു മരം ഒടിഞ്ഞ് ലൈൻ കമ്പിയിൽ വീണ് കത്തി നിൽക്കുന്നതാണ് കണ്ടത്. അപ്പോൾ അച്ഛനും അമ്മയും പേടിച്ച് നിൽക്കുന്ന കാഴ്ചയാണ് ഇഷ മരിയ കണ്ടത്. ഉടൻ തന്നെ ഇഷ മരിയ ഈ നോട്ടീസ് എടുത്ത് അതിൽ കണ്ട നമ്പറിൽ വിളിക്കുകയും KCBയിൽ നിന്നും ഉദ്യോഗസ്ഥർ എത്തി അതിന് വേണ്ട നടപടികൾ കൈക്കൊള്ളുകയും ചെയ്തു. തുടർന്ന് ഇഷ മരിയയെ മയ്യനാട് KCBയിലെ AE ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ സ്കൂളിൽ വന്ന് അഭിനന്ദിച്ചു. ദിവസങ്ങൾക്ക് മുമ്പ് അങ്ങാണ്ട് ഞങ്ങൾ ഈ സ്കൂളിൽ ഇലക്ട്രിക്കിനെ പറ്റി ഒരു ക്ലാസ് എടുത്തായിരുന്നു. ആ ക്ലാസ്സിൽ ഞങ്ങൾക്ക് ഒരു നോട്ടീസ് തന്നായിരുന്നു. ആ നോട്ടീസ് ഇങ്ങനെ ടോൾ ഫ്രീ നമ്പർ എല്ലാം ഉണ്ടായിരുന്നു, എല്ലാ നമ്പേഴ്സും ഉണ്ടായിരുന്നു. അങ്ങനെ ഈ നോട്ടീസ് തന്നപ്പോൾ ടീച്ചർമാർ പറഞ്ഞു കൈ കെട്ടി അവിടെ ഇരുന്ന് വായിക്കാനെന്ന്. അങ്ങനെ ഞാൻ വായിച്ച് പകുതി മുക്കാൽ കുട്ടികളും വീട്ടിൽ ചെന്നിട്ട് വായിക്കാനും പറഞ്ഞിരുന്ന പകുതി പേര് അത് കീറി കളയുകയും ചെയ്ത്. ഞാനത് എനിക്ക് വായിക്കാൻ അറിയാവുന്നതുകൊണ്ട് ഞാൻ ഫുള്ളും വായിച്ചിരുന്ന. അത് കഴിഞ്ഞ് 2-3-4 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളെ വീട്ടിൽ ഫ്രൈഡേ ഞാൻ സ്കൂൾ വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് അച്ഛനും അമ്മയും ടെൻഷൻ അടിച്ച് നിന്ന. ഞാൻ ചോദിച്ചു എന്താന്ന് ആദ്യം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞില്ല. പിന്നെ അവർ പറഞ്ഞു തന്നെ മരം ലൈൻ കമ്പിയിലോട്ട് വീണ് ലൈൻ പൊട്ടി തീ വന്നിരുന്ന. അന്നേരം ഞാനും പേടിച്ചു പോയി. പിന്നെ അവർ ടെൻഷൻ അടിച്ച് നിന്നപ്പം ഞാൻ പറഞ്ഞ ഇങ്ങനെ കറണ്ട് ഓഫീസിൽ വിളിക്കാമല്ലോ. അന്നേരം അവർ പറഞ്ഞു നമ്പറില്ലെന്ന്. അങ്ങനെ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഓർമ്മിച്ചത് കാരണം ഞാൻ ഇങ്ങനെ നമ്പർ എടുത്ത് കൊടുത്ത്, എൻ്റെ കയ്യിൽ നമ്പർ ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ നമ്പർ എടുത്ത് കൊടുത്ത അമ്മ അതിൽ നിന്ന് എടുത്ത് വിളിച്ച്. അങ്ങനെ വിളിച്ചതിന് ശേഷം ഈ കറണ്ട് ഓഫീസിൽ നിന്ന് ഇങ്ങനെ ആൾക്കാരൊക്കെ വന്ന് അത് ശരിയാക്കി. ഞാൻ ട്യൂഷന് പോകാൻ നേരമാണ് അവർ തിരിച്ച് അങ്ങോട്ട് പോകുന്ന സമയം. അങ്ങനെ അവർ എൻ്റെ അടുത്ത പേരൊക്കെ ചോദിച്ചു, നമ്പർ എങ്ങനെയൊക്കെ കിട്ടിയെന്നൊക്കെ ചോദിച്ചു. അങ്ങനെ ഞാൻ പറഞ്ഞു ഇങ്ങനെ ആയിരുന്നു, എനിക്ക് നമ്പർ ഈ ലെറ്ററിൽ നിന്നാണ് കിട്ടിയത്. അങ്ങനെ പിന്നെ ശനിയാഴ്ച ദിവസം ഞാൻ ഉറക്കം എഴുന്നേൽക്കാൻ ഇത്തിരി ലേറ്റായി. അതിനു മുമ്പ് എൻ്റെ ഒരു അച്ചാച്ചൻ പറഞ്ഞ അതിന് മുമ്പ് അവർ മുട്ടായും കൊണ്ട് വന്നത്. പിന്നെ എൻ്റെ അമ്മാമ്മ വന്നപ്പോഴത്തേക്കും അവർ വീണ്ടും 8 മണിക്ക് അവിടെ വന്നപ്പോൾ അമ്മ എന്നെ വിളിച്ച് ഞാൻ വന്നു. അന്നേരം എൻ്റെ കുറച്ച് കുഞ്ഞ് ഫോട്ടോയും എൻ്റെ കുഞ്ഞിലത്തെ ഫോട്ടോയും പിന്നെ എൻ്റെ ഒരു പേപ്പറിൽ പേരൊക്കെ എഴുതിക്കൊണ്ട് വരാൻ പറഞ്ഞ് ഞാൻ എഴുതിക്കൊണ്ട് വന്നു. പിന്നെയാണ് എനിക്കിതിങ്ങനെ കിട്ടിയത്.